ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു കഥ പറയാം. കഥയല്ല, ഒരു കേക്ക് ഓർഡർ വന്ന കഥ. നമുക്കുള്ളത് എപ്പോഴായാലും അത് നമുക്ക് തന്നെ കിട്ടുമെന്ന് പറയുന്നത് എത്ര ശരിയല്ലേ. അപ്പം അങ്ങനെ കിട്ടിയ ഒരു കേക്ക് ഓർഡറാണിത്. ഇതൊരു റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നേ. അപ്പം കേക്ക് ക്രം കോട്ട് ചെയ്ത് ഞാൻ തലേദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതപ്പം കൊടുക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ആണ് ഇത് ബാക്കി ഫിനിഷിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പം മുകളിൽ നന്നായിട്ട് ക്രീമൊക്കെ തേച്ച് കൊടുത്തിട്ട് അടിയും നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ തുടക്ക കാലത്ത് ഞാൻ ചെയ്തൊരു കേക്ക് ഡിസൈനാണ് ഇത്. അപ്പം നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്കും തോന്നിക്കുന്ന വളരെ നന്നായിട്ടുള്ള ഒരു നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ ഇപ്പോൾ സമയക്കുറവൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കേക്ക് ഓർഡർ ആയിരുന്നേ. പക്ഷേ വിചാരിച്ച പോലെ അത്ര ഒരു പെർഫെക്ഷൻ എനിക്കിതിൽ കിട്ടിയില്ല. അത് വേറെ വാസ്തവം. അപ്പോൾ ഈ കേക്ക് ഓർഡറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇത് നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചി, ഞാൻ എപ്പോഴും തയ്ക്കാനൊക്കെ കൊടുക്കുന്നൊരു ചേച്ചിയാണ്. ചേച്ചിയുടെ അവരുടെ കെയർ താമസമായിരുന്നു, ഹൗസ് വാമിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്ന അവരുടെ ഒരു ബന്ധുക്കാർ, അപ്പോൾ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേക്ക് ഒരു കേക്ക് വേണം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ബർത്ത്ഡേ ഡേറ്റ് ആണല്ലോ. അങ്ങനെ അവർ ചേച്ചി പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെ ബുക്ക് ചെയ്യാൻ പറയാം, എൻ്റെ അടുത്ത് നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നൊരു കേക്ക് ഓർഡർ. ദൂരെ കുറച്ച് ദൂരെ നിന്ന് വന്നവരാ. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും നമുക്കുള്ളത് നമുക്ക് തന്നെ വന്നിരിക്കും, അതിലൊരു സംശയം വേണ്ടെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഞാനതൊന്ന് ഷാർപ്പ് എഡ്ജൊക്കെ കൊടുക്കുന്നുണ്ട്. തുടക്കക്കാർക്ക് പിന്നെ ഷാർപ്പ് എഡ്ജ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കാം. അതിങ്ങനെ ചെയ്താണല്ലോ അല്ലേ പ്രാക്ടീസ് ആവുന്നത്. അപ്പോൾ കിട്ടുന്ന ഓരോ അവസരവും അങ്ങനെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാം ശരിയായി വിട്ടു വരും. പിന്നെ ഞാനൊരു റേഡിയൻ പിങ്ക്, ആ ഒരു ഷെയ്ഡാണ് ഇതിങ്ങനെ ഒന്ന് ഒരു പകുതി എടുക്കുന്നില്ല, ഒരു കാൽ ഭാഗത്തേക്കാൾ ഇച്ചിരി കൂടെ കൂടുതൽ, അത്രേ ഉള്ളൂ. അങ്ങനെ അതുപോലെ തന്നെ ആ താഴെ ഭാഗത്തും കൊടുക്കുന്നുണ്ടേ. അത്രേ ഭാഗം ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടാണ് ഒരു പണിയിട്ട് സത്യത്തിൽ ക്രീം എഡ്ജിലൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് പിങ്ക് ക്രീം കൊടുക്കണമായിരുന്നു. അപ്പം ഞാൻ എടുത്ത് ബീറ്റ് ചെയ്ത ക്രീമും അത്രേ ഉള്ളായിരുന്നു. പിന്നെ ബീറ്റ് ചെയ്യാനും പറ്റിയില്ല, കാരണം സമയക്കുറവിൻ്റെ ഒരു പ്രശ്നം. എന്നിട്ട് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് നനച്ചിട്ട് ഇങ്ങനെ ഒന്ന് കൊടുത്തേ. അപ്പോഴത്തേക്ക് ആ സൈഡിലത്തെ ഒരു വെള്ള തെളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, പിന്നെ അത്രയിൽ അങ്ങ് നിർത്തി. ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്താൽ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. എന്നിട്ട് ഇത്രയും ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന ഒരു പെറ്റലുണ്ടല്ലോ, സോറി, നോസിൽ, ആ നോസിൽ വെച്ചിട്ട് ഇങ്ങനെ ഫ്ലവർ, അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്ത് കഴിയും. അങ്ങനെ ഒരെണ്ണം പിങ്കിലേക്കും കയറ്റി, ഒരെണ്ണം വൈറ്റിലേക്കും കയറ്റി, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് അങ്ങനെ ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗിയാണ് നേരിട്ട് കാണാൻ. എന്ന് വെച്ചിട്ട് ലൈറ്റ് കുറവുണ്ട്, അപ്പോൾ അതിൻ്റെ ആയിരിക്കും. ഇതിനകത്ത് പക്ഷെ അത്രയ്ക്ക് അറിയത്തില്ലായിരിക്കും. എൻ്റെ ഫസ്റ്റ് കേക്ക് നല്ല ലുക്കായിരുന്നു കേട്ടോ. ആ പ്രതീക്ഷയിൽ ഇങ്ങനെ ഉണ്ടാക്കിയത്. പക്ഷെ ഈ പിങ്ക് ക്രീം ഇച്ചിരി കുറവായിപ്പോയി, അങ്ങനെ ഒരു പണി കിട്ടിയതാണ്. എന്നിട്ട് ഇങ്ങനെ ഫ്ലവർ വരച്ച് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ലുക്കാണ് കേട്ടോ. ഓവറോൾ നല്ല ലുക്കാണ്. നമുക്ക് വൈറ്റ് ഭാഗത്ത് വേണമെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നും പിന്നെ പേരൊക്കെ എഴുതി കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഞാനിത് മോളിൽ നിന്ന് ആ നടുക്ക് ഭാഗത്ത് മാത്രമല്ല, മൊത്തം ആ സൈഡിലും ആ പിങ്ക് ഷെയ്ഡ് കൊടുത്തിടത്തെല്ലാം ഇങ്ങനെ പൂ വരച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. എന്നാലും മറ്റേ വൃത്തികേടൊന്നും അത്ര അറിയാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അവർ വിളിച്ചിരുന്നു, ടേസ്റ്റൊക്കെ നല്ലതായിരുന്നു പറഞ്ഞു. അപ്പോൾ സന്തോഷം. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ പിങ്ക് കളറിൽ നമുക്ക് ഒന്നെങ്കിൽ സിൽവർ ബോൾസ് ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ പേളിൻ്റെ ചെറിയ വെള്ളം മുത്തുക പോലത്തെ. അപ്പം ഞാൻ പേളിൻ്റെ മുത്താണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നേരിട്ട് കാണാൻ കുറച്ചുകൂടി നല്ല ലുക്കായിരുന്നു കേട്ടോ.